പരസ്പര സ്നേഹത്തിന്റെ ആഴം വർദ്ധിക്കുന്നത്. മറ്റത് ചെയ്യും, ആ ചപ്പാത്തിയൊക്കെ കൊണ്ട് വെക്കുമ്പോൾ ശബ്ദമൊക്കെ കേൾക്കും, പെട്ടുപോകുന്നു പറഞ്ഞിട്ട് കഥയൊക്കെ അടയ്ക്കുമ്പോൾ ഇച്ചിരി ഒച്ച കൂടുതലാണ്. നിങ്ങൾക്ക് ഇത് കുറച്ച് അടയ്ക്കാൻ അറിയില്ലല്ലോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടി വരും. സ്ട്രെസ് അവർക്ക് പത്തനംതിട്ട വന്നാലും മനസ്സിന്റെ ചിരി പോകുന്നില്ല. ഈ ബൾബ് ഇങ്ങനെ കത്തിയിരിക്കുന്ന പോലെ മനസ്സിങ്ങനെ കത്തി ഒന്ന് കണ്ടല്ലോ, ഒരു കൈ കാണിക്കാൻ പറ്റിയല്ലോ, ചിരിക്കാൻ പറ്റിയല്ലോ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. സ്നേഹമുള്ള ആളുകൾ തമ്മിൽ ഇത്ര അടുത്ത് വരുമ്പോ തന്നെ അവരുടെ മനസ്സിന് ഭയങ്കര ചാർജാണ്. ബാറ്ററി ചാർജ് ആവുന്ന പോലെ മനസ്സിന് ഭയങ്കര ചാർജ്. ഒരാൾ ചിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് കുറച്ചു നേരത്തേക്ക് മനസ്സിനൊരു സുഖം. അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേർ ഒത്തിരി വഴക്കുണ്ടാക്കുന്നത്, പ്രേമിക്കുന്ന പിള്ളേർ വഴക്കുണ്ടാക്കുന്നത് ഇന്നെന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന് വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ 15 തവണ വിളിച്ചു, 16ാമത്തെ തവണ രാത്രി വിളിച്ചില്ലെന്നുള്ളതാണ് ഇവർ ഈ പറയുന്നത്. ആ ഒരു ശബ്ദത്തിന് വലിയ ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുക്കുന്നത്. അത് തന്നെ മനുഷ്യനെ ഒത്തിരി ചാർജ് ചെയ്യുന്ന. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ളവരുമായി ക്വാളിറ്റിയുള്ള ഇത്തിരി സമയം പങ്കുവെക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ശാരീരിക സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാവണം. സാറ് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ടതാണ്. അതില് വീഴ്ച വരുത്തുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ. ഇടവക ശുശ്രൂഷ, പ്രത്യേകിച്ചും പള്ളിപണിയും കൂടെ ഉണ്ടെങ്കിൽ വീട്ടിൽ വരാനേ നേരമില്ല. പിള്ളേരെല്ലാം ഉറങ്ങിക്കഴിയുമ്പോഴാണ് അച്ഛൻ വരും. പിള്ളേർ ഉണർന്നതിന് മുമ്പ് പോവുകയും ചെയ്യും. അപ്പൊ ഒരു കൗൺസിലർ, ഒരു സൈക്കോളജിസ്റ്റ് കുഞ്ഞായിരുന്നപ്പോ എന്റെ അമ്മയോട് ചോദിച്ചു, അമ്മയെ നമ്മുടെ അപ്പൻ കള്ളനാണോ? അപ്പൊ അമ്മ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഞാൻ രാത്രി വന്നിട്ട് പോകുന്നയാള്. കള്ളന്മാരെപ്പോഴും രാത്രി വന്നു പോകുന്നയാള്. നമ്മുടെ അപ്പൻ രാത്രി മാത്രം വന്നു പോകുന്നയാള്. രാഷ്ട്രീയക്കാര്, സാമൂഹ്യ സേവകര് പലപ്പോഴും വീടിന് ക്വാളിറ്റി ടൈം കൊടുക്കാൻ കഴിയാതെ പോകും. നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. ഈ ഇടവകൾ, ഈ നാട് നന്നാവുന്നത് നല്ലതാണ്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ അയാളുടെ ഏറ്റവും കോറായിട്ടുള്ള ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണോ അത് ഉണ്ടാക്കേണ്ടത്? ഈ കാര്യത്തിൽ മലയാളത്തിലെ വളരെ തിരക്ക് പിടിച്ച ഒരു മനുഷ്യൻ, ഇന്നസെന്റ് എന്ന് പറയുന്ന സിനിമാ നടൻ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനെ കുറിച്ച് വായിച്ചാണ്. വളരെ നിർബന്ധിച്ചിട്ടും അദ്ദേഹം പോവുകയില്ല. പ്രിയദർശന്റെ ഒരു മൂവിക്കകത്ത് അഭിനയിക്കാൻ പോയില്ല. ക്രിസ്മസ് സമയത്താണ്. എന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ, പേരക്കുട്ടികളെല്ലാം ഉള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള വരുമാനം എന്ത് വന്നാലും എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണം, അത് കഴിഞ്ഞിട്ടുള്ള അഭിനയം മതി എന്ന് പറയും. ഇതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ശാരീരിക സാന്നിധ്യത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭർത്താവ് വരുമ്പോ അല്ലെ അപ്പൻ വരുമ്പോ നിങ്ങൾ പറയണം, ഈ വരുന്ന 1 മാസം അല്ലെ 2 മാസം നമ്മുടെ കുടുംബത്തിന് കേട്ടണം. ജോലി ചെയ്യാൻ പോകാതിരിക്കാനൊക്കത്തില്ലല്ലോ. മറ്റേതിങ്ങനെ വണ്ടി എടുത്തോട് നാട് മുഴുവൻ കറങ്ങാം, കൊടൈക്കനാലിൽ പോവോ, ഊട്ടി പോവോ, അത് കഴിഞ്ഞാൽ ചേട്ട വണ്ടി കയറി പോവാം. ഒരാഴ്ചത്തേക്ക് വന്നു. ഞാനിപ്പോ ആ ഭാര്യയോട് സംസാരിച്ചു, വന്നോന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. വന്നോന്ന് ചോദിച്ചാൽ വന്നിറങ്ങി ഇന്നലെ പോകാൻ നേരത്തെ ഇവിടെ വന്നു. അവർക്ക് ഭയങ്കര സങ്കടമാണ്. എന്തിനാ വന്നു ഒരാഴ്ചത്തേക്ക്? ചോദിക്കുമ്പോൾ അവർ പിള്ളേരെ കാണാൻ വന്നത്. പിള്ളേരെ കണ്ടു, ഭാര്യയും കണ്ടു, അപ്പുറത്തോട് വണ്ടി എടുത്തോണ്ട് ഇവിടെ എല്ലാം കറങ്ങി അടുത്ത കയറി പോയി. ഫിസിക്കൽ പ്രസൻസ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് തുറകളിലുള്ള ആളാണെങ്കിലും ഞങ്ങൾ എപ്പോഴും ഈ പ്രോബ്ലം ഉള്ള ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യുന്നത് കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. ഒന്നുകിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം, അല്ലെ പ്രാർത്ഥനയ്ക്ക് മുമ്പ്, അല്ലെ അത്താഴം കഴിഞ്ഞിട്ട് 20 മിനിറ്റ് വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കണം. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വേണം. കൊച്ചുകുട്ടികളുള്ളവർ അതിന് മുമ്പ് അതിന് സമയം കണ്ടുപിടിക്കണം. ഒരുപക്ഷെ അവർക്ക് അത്താഴം കൊടുത്തിട്ട് വേണമെങ്കിൽ പുറത്തു പോയി ഒന്ന് കൂട്ടുകാരെ കണ്ടിട്ട് വരാം. പക്ഷെ ആദ്യം കുടുംബത്തിന്. അപ്പൊ പ്രയോറിറ്റി ഏതാണ്, മുൻഗണന ഏതിനാണെന്നുള്ളതാണ്. സമൂഹത്തിനാണോ കുടുംബത്തിനാണോ, ഇടവഴിക്കാണോ കുടുംബത്തിനാണോ എന്നുള്ളത് അവരവർ നിശ്ചയിക്കണം. അതുപോലെ തന്നെ ഈ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ആരോടും മിണ്ടാതെ ഇരിക്കുന്നത്. അമ്മച്ചിയെ ഇന്ന് വരെ സ്നേഹത്തോട് വിളിക്കുന്ന പിള്ളേരാരും കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ പോലീസ് സൂപ്രണ്ടിന്റെ ഭാഷയില്ല വീട്ടിലെ അപ്പൻ എപ്പോഴും സംസാരിക്കുന്നത്. പിള്ളേരോടും അങ്ങനെയാണ്. റോക്കോടാന്നല്ലാതെ വിളിക്കില്ല. മോനേന്ന് നീട്ടി വിളിക്കണം. ലാലിയേന്നിങ്ങനെ ഭാര്യയെ സ്നേഹത്തോടെ ലാലിയേന്ന്. അപ്പൊ ലാലി എന്ന പേരെങ്കിലും ചിലർ അതിനകത്ത് ഇച്ചിരി ഒരു ഷുഗർ കോട്ടിങ് കൂടെ ഉണ്ട്. ലാലു എന്ന് പറയും. ലാലി അങ്ങ് ലൂ ആവുമ്പോഴത്തേക്കും ലാലിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷക്കാരി. ഇവരെ വേറെ ആരെങ്കിലും വിളിച്ചിട്ടില്ല, ലാലു എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഫിസിക്കൽ ഇന്റിമസിയുടെ എക്സ്പ്രഷൻസ് ആണ്. എവിടെയെങ്കിലും വെളിയിലേക്ക് പോകുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളിന്റെ അടുത്തിരുന്നത്, എന്നാ ഞാൻ പോയിട്ട് വരാം, കണ്ണിൽ നോക്കി
ഒരു ബൈ പറഞ്ഞു പോവുക, ഒരു ആലിംഗനം ചെയ്തു പോവുക. അത് ഉച്ചവരെ ജീവിക്കാനുള്ള എനർജി അതിനാണ്. നമുക്കൊരു നഷ്ടമുള്ള കാര്യമല്ല. പ്ലാസ്റ്റിക് ആയിട്ട് ചെയ്യില്ല, ഈ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യില്ല. സിൻസിയറോ അച്ചായനെന്നോ ഇച്ചായനെന്നോ ഒന്നും വിളിക്കത്തില്ല. പാർട്ടി അതെ ഇങ്ങനെ ഇഷ്ടങ്ങൾ, ഇതാ ഇഷ്ടം, ഇങ്ങനെ ചെയ്യത്തുള്ളൂ. ഭയങ്കര ദേഷ്യമാണ്. ആർക്കാണ് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കുന്നത്? ഇന്ന് വരെ ഒന്നും വിളിച്ചിട്ടില്ല. ഞാനെന്നാ പോകുന്നേ, ഞാൻ നിങ്ങൾ പൊക്കോട്ടെ, ഇങ്ങനെ അല്ലാതെ ഇദ്ദേഹത്തെ ഒന്നും വിളിച്ചിട്ടില്ല. ഒരു പേര് വിളിച്ച് നോക്കുകയെ ഭയങ്കരമായിട്ടുള്ള ഇന്റിമസി ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ പട്ടിയെ ടൈഗറേന്ന് വിളിക്കുമ്പോൾ പട്ടി കാലാട്ടെന്ന് കണ്ടിട്ടില്ലേ? പട്ടിക്ക് അത്രയും ചെയ്യാമെങ്കിൽ പിന്നെ വീട്ടിലുള്ള മനുഷ്യർക്ക് പറ്റത്തില്ലേ? മോനെന്ന് വിളിക്കുമ്പോ വീട്ടിൽ നല്ല പേര് വിളിക്കുക, അടുത്തിരിക്കുക, ആലിംഗനം ചെയ്യുക, ഇടയ്ക്ക് കൈയും തിരുമ്മിക്കൊടുക്കുക, കാലും തിരുമ്മിക്കൊടുക്കുക. ഇതെല്ലാം ഇന്റിമസി വളർത്തുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് വീഴ്ചകളൊന്നും വരുത്താതിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒത്തിരി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ അപ്പനും അമ്മയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ട പിള്ളേർക്ക് തോന്നും എനിക്കൊരു നല്ല കൊച്ചിനെ കെട്ടണമെന്ന് അറിയാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്ത് രസമായിട്ട് തന്നെ അപ്പനും അമ്മയും ജീവിക്കുന്നത്. അപ്പൊ നമുക്കൊരു കൊതിയുണ്ട്, ഒരു കല്യാണം കഴിച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്നുള്ളൊരു കൊതി. എന്നാൽ നേരെ മറിച്ച് ഞാനൊരു പള്ളിയിൽ, നമ്മുടെ നാട്ടിലല്ല പ്രദേശത്ത് ഒരു പള്ളി, നമ്മുടെ മലയാളികളുടെ ഒരു പള്ളിയിൽ ചെന്നപ്പോ അവിടെ 35 വയസ്സിന് മുകളിൽ കല്യാണം കഴിക്കാത്ത 50 പേരുണ്ട്. അവർക്ക് കല്യാണം വേണ്ട. അപ്പനെ അമ്മയുടെ ജീവിതം കാണുമ്പോൾ, അവരുടെ നിലപാട് കാണുമ്പോൾ, അവരുടെ പരസ്പര ബന്ധം കാണുമ്പോൾ എന്തിനാ കല്യാണം കഴിക്കുന്നതെന്നൊരു ഇന്നസെന്റ് വരുന്നത്, എന്തിനാ കല്യാണം കഴിക്കുന്നതെന്നൊരു ചോദ്യം. അപ്പൊ അർത്ഥമില്ലാതെ ഫോഴ്സ് ചെയ്തൊക്കെ കല്യാണം കഴിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അവിടെ നല്ല പരസ്പര ബന്ധം സൂക്ഷിക്കുക. ഒരുമിച്ചുള്ള യാത്രകൾ, ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ച് ജോലി ചെയ്യുന്നത്, ഒരുമിച്ച് ആരെയിലേക്ക് സ്വീകരിക്കുന്നത്, ഇതെല്ലാം ഫിസിക്കൽ ഇന്റിമസി വളർത്തുന്ന കാര്യങ്ങളാണ്. മനഃപൂർവ്വമായി പുതിയ വർഷം അതിനുള്ള ശ്രമങ്ങൾ നമുക്ക് ആരംഭിക്കും. രണ്ടാമത്തത് ഇമോഷണൽ ഇന്റിമസിയാണ്. അപ്പൊ നിങ്ങള് ഈ അടുത്ത കാലത്ത് കേട്ടതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയം മുല്ലപ്പെരിയാർ ഡാം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ലക്ഷം ആളുകൾ അഫക്റ്റഡാണ്. ഭയങ്കര നാശനഷ്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. എനിക്കറിയാവുന്ന ഒരു വലിയ ലാൻഡ്സ്കേപ്പ് കർഷകൻ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇൻഷുറൻസ്, അയാളുടെ കൃഷിയിടത്തിൽ ഇൻഷുറൻസ് എടുക്കാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 2.5 കോടി പ്രീമിയത്തിൽ ഇൻഷുർ ചെയ്യാമെന്ന്. വർഷം 2.5 കോടി രൂപ. വലിയ എസ്റ്റേറ്റ് ആണ്. 2.5 കോടി രൂപ വർഷം തോറും പ്രീമിയം അടച്ചാൽ ഇൻഷുറൻസ് തരാമെന്ന്. അപ്പൊ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, നഷ്ടം ഉണ്ടാകുന്നതിനെ കുറിച്ച്. വികാരങ്ങൾ മനുഷ്യന്റെ ഇതുപോലെ തന്നെയാണ്. വികാരങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ സന്തോഷം, നമ്മുടെ സങ്കടം, നമ്മുടെ കോപം, ഇവയാണ് വികാരങ്ങളുടെ പ്രധാനപ്പെട്ട. പിന്നെ അത് നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാം. ഒത്തിരി ചെറിയ ചെറിയ ഫീലിങ്സ് ആയിട്ട് നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാം. ഇതാണ് പ്രധാനപ്പെട്ട വികാരങ്ങൾ എന്ന് പറയുന്നത്. ഈ വികാരങ്ങൾ വളരെ പവർഫുൾ. മുല്ലപ്പെരിയാറിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് പോലെയാണ് വികാരം. എല്ലാ ഡാമിലും കുറെ ഷട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ അവിടെ സന്ദർശിച്ചിട്ടുള്ളതാണ്. വെള്ളം ഒരളവ് വന്നാൽ അവരത് തുറന്നു വിടും, ലെവൽ കുറയ്ക്കും. അല്ലെങ്കിൽ ഡാം പൊട്ടിച്ചുകൊണ്ട് ഈ വെള്ളം പോകും. മനുഷ്യരുടെ വികാരങ്ങളും ഇതുപോലെ തന്നെയാണ്. ഓരോ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ അതാത് സമയത്ത് എക്സ്ചേഞ്ച് വരും. മനസ്സിൽ തന്നെ വികാരങ്ങൾ തങ്ങി നിന്നാൽ അത് നമ്മുടെ മനസ്സിന്റെ രീതി തകർത്ത് പുറത്തു വരും. ഇപ്പൊ ദേഷ്യമായാലും സങ്കടമായാലും കോപമായാലും ഭയങ്കര പ്രത്യാഘാതങ്ങൾ അതിനുള്ളത്. പല സമയത്ത് കേട്ട കുത്തുവർത്തമാനങ്ങൾ അടക്കി വെച്ച് വെള്ളത്തിന്റെ ലെവൽ കൂടുന്ന പോലെ വികാരം കൂടി വരുമ്പോൾ ഒരു ദിവസം നമ്മൾ പൊട്ടിയെറിക്കും. അന്ന് നാട്ടുകാരെല്ലാം ചോദിക്കും, അയ്യോ കുഞ്ഞമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ അവർ അടക്കി ജീവിച്ചു. അവരും അതാ പറയുന്നത്, ഞാൻ ഇത്രയും നാളെ ക്ഷമിച്ചു എന്നത്. അതുകൊണ്ട് വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു മതിയായ എക്സ്ചേഞ്ച് കുടുംബത്തിന്റെ ഉള്ളിലുണ്ടാകണം. നമ്മുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ ആനുവൽ സ്പോർട്സിന് ലോങ് ജമ്പിന് 3ാമത്തെ സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നു. അപ്പൊ അമ്മ അവനെ പിടിത്തന്ന് പരിഹസിച്ചു. 3ാം സ്ഥാനം കൊണ്ട് വന്നിരിക്കുക, കണക്കിന് മുട്ട. ഇനിയിങ്ങനെ അതിങ്ങനെ അവന്റെ ഈ ലോങ് ജമ്പിന് 3ാം സ്ഥാനം കിട്ടിയതിനെ കുറിച്ചേ അല്ല അമ്മ പറയുന്നത്. അമ്മ പറയുന്ന മുഴുവൻ എവിടൊക്കെ പരാജയപ്പെട്ടോ അതിന്റെ കാര്യങ്ങളാ അമ്മ പറയുന്നത് മുഴുവൻ. അവനൊന്നും വേണ്ടിയില്ല. അപ്പം വന്നപ്പോൾ കാണിക്കാമെന്ന് വെച്ചു, അപ്പൻ വന്നില്ല. അപ്പൊ അവൻ കയറി തുടങ്ങി. രാവിലെ അപ്പൻ്റെ അടുത്തുണ്ടോ പത്രം വായിക്കുന്ന അപ്പൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് കൂടി ഇല്ല, 3ാം സ്ഥാനം കിട്ടിയത്. അപ്പനും അവന് കൊടുത്തൊരു ഡോസ്.
അവൻ പിന്നെ മേലാൽ ഒരാളോട് ഈ കാര്യങ്ങളൊന്നും പങ്കുവെക്കില്ല. അവനിപ്പോ ചാടണമെന്നില്ല, പകരം അവൻ ഈ സ്പോർട്സ് നടക്കുമ്പോ അവിടെ പോയി കൂവും. ചാടുന്നവരെ കൂവുന്നയാളാണ്, ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന അധ്യാപകരെ ചീത്ത വിളിക്കുന്നയാളാണ്. ഇങ്ങനെ ഒരാളെ അതിന്റെ 98% ആളുകൾക്കും വീട്ടിൽ നിന്ന് ഈ തരത്തിലുള്ള തിക്തമായ അനുഭവങ്ങൾ കുട്ടിക്കാലം മുതൽ അനുഭവിച്ചു വന്നവരാണ്. അതിനകത്ത്